ഹലോ ഗായ്സ്, ഞങ്ങളാണ് നിങ്ങളോടൊപ്പം നമ്മുടെ അതിഥി വീണ്ടും എത്തിയിട്ടുണ്ട്. അപ്പൊ ചക്ക എനിക്ക് ഒരു പുതിയൊരു സംഭവം കാണിച്ചു കൊടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ അതിന്റെ കാഴ്ചകളാണ് ഇന്ന് മൊത്തം വീഡിയോയില്. സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാരും കാണാൻ ശ്രമിക്കുക. ഓക്കെ, ഇന്ന് നമ്മുടെ ഒരു ബ്രദറിന്റെ ഒരു ചെറിയൊരു ഇടിവെട്ട് പരിപാടി കാണിച്ചതാ അല്ലേ? വേറൊരു മുഖം കാണിച്ചത് അല്ലേ? ഓക്കെ ഗൈസ്, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഗായ്സ്. ആ കന്നാസും കടലാസും അവിടെ നിൽക്കുകയാണ് അല്ലേ? ഇപ്പോ അജ്മാനില് സൗദ ടൂലാണ് ഇത് വരുന്നത്. ഇൻസ്റ്റഗ്രാമിലും ഇതിലെല്ലാത്തിലും ഉണ്ട്. ജിമ്മിന്റെ പേര് അൽ റൗദ ഫിറ്റ്നസ് സെന്റർ. ബിസ്മില്ലാഹ്. മുതലാളി ഇത് കൊടുക്ക്. ഇതാണ് നമ്മുടെ സെയ്ദിക്ക മുതലാളി. തിരക്കിലാണ് ഇവര്. അവിടേക്കോ എന്താ ചെയ്യണ്ടോ? അടുത്ത മുതലാളി ചെയ്യുന്നു. അടുത്ത മുതലാളി അവിടെ ചെയ്യുന്നുണ്ടോ? പ്രിപ്പയർ ചെയ്ത് നിപ്പാരാ. അടുത്ത മുതലാളി വരുന്നതാ. ഇത് അടുത്ത മുതലാളി. ഇതാണ് നമ്മുടെ വേറെ മുകളിലുള്ള മുതലാളി. കൊടുക്ക്, അത് കൊടുക്ക്. ജിമ്മിന് വന്നതിന് പ്രൊഫഷണലാണ് ആള്. നമ്മള് കോച്ചിനാണ് കോച്ച്. കോച്ച് ഇതാണ് ഞങ്ങളുടെ കോച്ച്. എന്താണ് ഇവിടെ സ്പെഷ്യൽ? പക്ഷേ നമുക്ക് ജിം അടിക്കപ്പോ ഇന്നടിച്ചോ എന്താ പറയാ? ഇതെന്ത് കോച്ച് സംഭവം കാണിച്ചു കൊടുക്കുന്നത് പുതിയ വെച്ചാണെന്ന്. എന്താ പറയാനുള്ളത്? ഒന്നും പറയല്ല. കോച്ച് എന്താ പറയാനുള്ളത്? അടിപൊളി പറ. നിങ്ങള് അതെ എടുത്തോ. എനിക്കൊന്നും പറയാ. ഇതാണ് നമ്മുടെ ഇവിടുത്തെ മെയിൻ കോച്ച്. പരിചയപ്പെടുത്തി കൊടുക്കും. പേര് സുബിൻ. എല്ലാരും പെണ്ണ് നോക്ക്. എന്റെ പേര് സുബിൻ. ഞാൻ ഇവിടുന്ന് വരുന്നത്. അപ്പോ നമുക്ക് വ്ളോഗിൽ തന്നെ വ്ളോഗിനിട്ട് വെക്കുന്നുണ്ടില്ലേ? ഇതാണ് ഇവിടുത്തെ ജിമ്മിന്റെ അവസ്ഥ ഗൈസ്. പക്ഷെ ജിമ്മല്ലാന്നുള്ളൂ. അപ്പോ ഇതൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാർ. ഇപ്പൊ തിരക്ക് വരുന്ന ടൈം ആയതുകൊണ്ടാണ്. ട്രോളാൻ ഞങ്ങൾ കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ള ആൾക്കാര് നിങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലും സഹായം, ഒരു നിശ്ചിത സംഭാവന അല്ലേ? നീ എന്താ ബൈക്ക് കുറിച്ചിട്ട് വെറുതെ ഇരിക്കുന്നത്? സംസാരിക്കുമല്ലോ. അപ്പൊ എല്ലാത്തിനുള്ള എക്യുപ്മെന്റ്സ് ഇവിടെ ഉണ്ട്. ജാസിന്റെ എന്താ പറയാ, ഇങ്ങനെ എന്തൊക്കെയൊക്കെയോ ചെയ്ത് കൂട്ടുന്നിട്ട് രാവിലെ എണിച്ചിട്ട് വയ്യാന്ന് പറയാനുള്ള പരിപാടിയാണ്. ഒന്നുമില്ല ഗൈസ്, ഇതൊക്കെ എന്ത് സഹജം. അപ്പൊ ഇത് മൊത്തം ചെസ്റ്റിന്റെ സെക്ഷനാണ്. അവിടെ കാണിച്ചു കൊടുക്കൂ.
അപ്പൊ കുറച്ച് തിരക്ക് വരുന്ന ടൈമാണ്. അപ്പൊ നമ്മൾ ഇവിടെ കുറെ ആയി വ്ളോഗ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഒരു ടൈം കിട്ടാത്തതുകൊണ്ടാണ് നമ്മളിത് പെൻഡിങ് ആയി പോയത്. ഞാനും ഇവിടെ വന്നതിന് മെയിനായിട്ട് എന്നും പഠിക്കുന്ന ഒരു സംഭവമാണിത്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഗൈസ്. അതെന്താ കാട്ടുന്നു? ഞാൻ ജിം അടിക്കണ മാത്രം കാണിച്ചു കൊടുക്കാണ്ട് അപ്പുറത്ത് കാണിച്ചു കൊടുക്കണം. ആൾക്കാർ വിചാരിക്കും. വ്ളോഗ് റിജാസ് അപ്പുറത്തുണ്ട്. ഇവിടെ വന്ന എല്ലാം ചെയ്യാൻ തോന്നും. പക്ഷെ ഇവിടെ വന്നാലേ ഇവിടെ വന്നതിന് നമ്മൾ എന്നും ഒരു വാമപ്പ് കൊടുത്തിട്ട് പോണ ഒരു പതിവുണ്ട്. നമ്മുടെ ജിം ഇവിടെ അടുത്തല്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ എല്ലാ എക്യുപ്മെന്റ്സും ഇവിടെ ഉണ്ട്. അപ്പോ ലേഡീസിന് വേറെ സെക്ഷനാണ്, ജെന്റ്സിന് വേറെ സെക്ഷനാണ്. ലേഡീസിന് മുകളിലാണ്. നമുക്കിത് കഴിഞ്ഞിട്ട് മുകളിൽ പോകുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ജെന്റ്സിന്റെ സെക്ഷനാണ് ഈ താഴത്തുള്ളത്. നമുക്ക് ഓടാ, ചാടാ, മറിയാ, എന്ത് വേണമെങ്കിലും ചെയ്യാം. നന്നായിട്ട് സൂപ്പറായിട്ട് ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. കിടിലൻ ആംബിയൻസോട് കൂടിയിട്ടാണ് ഇവർ ജിമ്മെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടാ അവിടൊക്കെ കാണിച്ചത്. കാണാം. അപ്പൊ എല്ലാത്തിനും ഇവര് വേറെ വേറെ ഭാഗങ്ങളാക്കിട്ട് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവര് ഒരു കിടിലൻ അടിയാണ്. കളിക്കുമ്പോൾ തന്നെ നമുക്ക് 6 pack ആവാൻ തോന്നും. എനിക്കത് തോന്നാത്തോണ്ടാണ് ഗൈസ്. ഇവിടെ എന്തൊക്കെയൊക്കെയോ ചെയ്യുന്നുണ്ട് രണ്ടുപേരും. ഇവരെന്തൊക്കെയൊക്കെയോ ചെയ്യുന്നുണ്ട്. ഇത് മണ്ണാർക്കാട് ജിമ്മൻ, ഇത് പാലക്കാട് ജിമ്മൻ. ചാവും അതെടുത്തെന്ന് പറഞ്ഞ. ഞാൻ ജിമ്മനൊന്നുമല്ല, പക്ഷെ ഞാൻ ജിമ്മാവും. ഒരു ദിവസം ഞാൻ ഡിസൈഡ് ചെയ്യും. പിന്നെ കാണാൻ പോണത് തരംഗങ്ങളാണ്. അപ്പൊ നീ ഗേൾസിന്റെ ഭാഗം കണ്ടിട്ടില്ലല്ലോ. കൻസല സീരിയസ് ഡിസ്കഷനിലാണ്. അവിടെ ആളുടെ ചോദിച്ചു നോക്കുമ്പോൾ ഇവിടെ ചോദിക്കും ആളുണ്ടോ? ഇത് ലേഡീസ് സെക്ഷനാണ്. നിങ്ങളെന്താ പബ്ബ് പോണ പോലെ? അങ്ങനത്തെ ഒരു വൈബാണ് ഇവിടെ. അതാണ് ജിമ്മാണെന്ന് അറിയില്ല, അത്രയ്ക്ക് ലൈറ്റ് ഉണ്ട് ഇവിടെ. ഇത് ലേഡീസിന് സെപ്പറേറ്റ് സെക്ഷനാണ്. ഇവിടെ അടിപൊളി ഫോട്ടോസ് എടുക്കാലോ. നല്ല കിടിലം വ്യൂട്ടോ. ഫോട്ടോസ് എടുക്കാം നമുക്ക്. സെറ്റല്ലേ? ഒരു ബ്ലൂം മഴയാണ് ഇവിടെ. ബ്ലൂമാണ് മൊത്തം. ഇതാണ് ലേഡീസിന്റെ സെക്ഷൻ. ഇവിടെ കുറെ ഉണ്ട് സാധനങ്ങൾ. അല്ല ഇവിടെ പുഷപ്പ് അടിക്കുന്ന സാധനമില്ല. അപ്പൊ സൈക്കിൾ കേട്ടോ കുറച്ച് നേരം. ബാ, ഇതിൽ പെടലില്ല. റാഷുവിന്റെ എന്തോ ഒരു അഭ്യാസം. സൈക്കിൾ ഓടിക്കുന്ന ഇജാസ്. അല്ല, നിങ്ങൾ ആരെ ഫസ്റ്റ് എത്താൻ നോക്കാം. ഓടിക്ക്. വേറെ സാധനങ്ങളുണ്ട് കാണാൻ. ലേഡീസിന്റെ ടൈമിങ് മോർണിംഗ് ആണ്. അവര് മോർണിംഗിൽ വന്നിട്ട് അങ്ങനെ പോക്കാണ്. അപ്പൊ ഇതാണ് ലേഡീസിന്റെ സെക്ഷൻ. ഓക്കെ, ഇത് സൂപ്പറാണ് ഈ സാധനം. അപ്പൊ ഈ ആരെങ്കിലൊക്കെ അജ്മാനില് ഈ വ്ളോഗ് കാണുന്നവർ ആരെങ്കിലൊക്കെ അജ്മാൻ ഉണ്ടെങ്കിൽ അവരുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് റൗദ 2-ലാണ്. കിടിലൻ ജിമ്മാണ്. അപ്പോ ജോയിൻ ചെയ്യണവർക്ക് ജോയിൻ ചെയ്യാം. പേഴ്സണൽ ട്രെയിനറൊക്കെ ഉണ്ട്. ഇപ്പൊ ഓട്ടമുള്ള നീ ഓടി ഇപ്പൊ മണ്ണാർക്കാട് എത്തും തോന്നുന്നുണ്ട്.
നല്ല ഷർട്ടും പാന്റും. ഇതെന്താ പൊട്ടിക്കാൻ നോക്കണ? ഇത് മറ്റേ ഇവനെ പോലെ അല്ലേ, മറ്റേ ഇന്നസെന്റ്. എന്റെ മോള് കയറി കൈ വെയിറ്റ് എനിക്ക് കിട്ടൂലല്ലോ. 14 എടുക്കാം നമുക്ക് ഗൈസ്. എന്ത് പ്രഹസനാണ് സജീത്. ആ എന്നിട്ട് എന്താ ചെയ്യാൻ പോണ്? കീടിലും വ്യൂ ആണ്. അടിച്ചോ. ഇത് നോക്കടാ, തൂക്കടാ, തൂക്കി നോക്ക്. ഇത് പിടിക്കും, ഞാൻ തൂക്കാം. എനിക്ക് തൂക്കാൻ പറ്റില്ല കേട്ടോ. അവിടുന്ന് എടുക്കാം, അവിടുന്ന്. ഓ നിസാരം, 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 നിസാരം. ഇവിടെ നോക്ക്, നിസാരം. ഇതൊക്കെ നിസാരം ഗൈസ്. ഞാൻ വേണ്ട വെച്ചിട്ടാണ്. വേണമെന്ന് വെച്ചാ നിങ്ങൾ പെട്ടു അല്ലേ? പെട്ടു ജോസേ. ഇനി എന്നെ പിടിച്ചാൽ കിട്ടൂല. അപ്പൊ കിട്ടുന്നല്ലേ ഗൈസ്? ഇതാണ് മോളില്. ജിമ്മിനെ കുറിച്ച് പറഞ്ഞു കൊടുക്ക്. ജിമ്മിനെ കുറിച്ച് എന്താ ഓഫേഴ്സും എല്ലാവരും മെനു അതായിരിക്കും, പ്രൈസ് ലിസ്റ്റ് അതായിരിക്കും. അത് പോയി കണ്ടോളൂ. അപ്പൊ അജ്മാനുള്ള എല്ലാ കസ്റ്റമേഴ്സും റീൽസ് ഒന്നും അല്ലെങ്കിൽ യൂട്യൂബിലും കണ്ടിട്ട് കാര്യമൊന്നുമില്ല. അപ്പോ അജ്മാനിലുള്ള എല്ലാ ഫ്രണ്ട്സിനും ഈ വ്ളോഗ് കാണാത്തവര് നമ്മുടെ കോച്ചിന്റെ എല്ലാ ഹെൽപ്പും ഉണ്ടാവും. കോച്ച് വേണ്ട എല്ലാം ചെയ്തു കൊടുക്കില്ലേ? എല്ലാം ചെയ്തു തരും, ഇങ്ങോട്ട് വന്നാ മതി. അപ്പോ അവിടെ വേറൊരു കോച്ചും കൂടി ഉണ്ട്. അവിടെ ഒരുത്തിനും കൂടി അവിടെ ആ രണ്ടാമത്തെ കോച്ച് ഉണ്ട് കേട്ടോ. അവിടെ ഹർഷദ് ഉണ്ട്. അവിടെ ഇതാണ് രണ്ടാമത്തെ കോച്ച്. ഇതൊരു കോച്ചാണ്, അർഷാദ് ബ്രോ എന്നാണ് പേര്. തിരക്കിലാണ്. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ എത്ര ഉള്ളു? നമ്മുടെ ഒരു മുതലാളി പോയി. അപ്പൊ റൗദയിലുള്ള അജ്മാനിൽ ആരൊക്കെ ഫ്രണ്ട്സ് ഉണ്ടോ അവർക്കൊക്കെ ഈ വ്ളോഗ് കാണുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത മാസം ഒരു കിഡിലൻ ഓഫേഴ്സ് ഒക്കെ വരുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും വരിക. അജ്മാനിലുള്ള എല്ലാ കസ്റ്റമേഴ്സും അൽറൗദ 2 അൽറൗദ ഫിറ്റ്നസിലേക്ക് വരിക. അപ്പൊ ഫസ്റ്റ് ആനിവേഴ്സറി ആണ് അല്ലേ? അപ്പൊ ഫസ്റ്റ് ആനിവേഴ്സറി ആയിട്ട് ഇവര് കിഡിലം ആനിവേഴ്സറി ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് നമ്മൾ കുറച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട്. December 15 പരിപാടി നടത്തുന്നത്. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ October November ആയിട്ട് ജോയിൻ ചെയ്യുക. അപ്പോൾ ഒരു സ്പെഷ്യൽ ഓഫേഴ്സൊക്കെ ഉണ്ട്. ഗിഫ്റ്റ് എല്ലാം നിങ്ങൾക്ക് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വരിക. അജ്മാനിലുള്ള എല്ലാ കസ്റ്റമേഴ്സും മാക്സിമം ഇവിടെ എത്താൻ നോക്കുക. എല്ലാവരും സ്വാഗതം ചെയ്യൂ. എല്ലാവർക്കും അൽറൗദ ഫിറ്റ്നസിലേക്ക് സ്വാഗതം. ആൾക്കാരുടെ അഭിപ്രായം കൂടിയും ചോദിക്കണ്ടേ? അപ്പൊ ഗൈസ് നമുക്കിനി ഇവിടുത്തെ ജിമ്മത്തെ ആൾക്കാരുടെ അഭിപ്രായം ചോദിക്കാം. Come on, let's go. ഞാൻ മോനെ ജിം സെയിൻ. هذا جيم وايد زين وايد اوكي حتى مضبوط 100 هذا الجيم لازم تعال شوف. Very good. Yeah. Before 6 months, I came here. I trained for 2 months. Okay. It has all equipment here. Yeah. You can train every part or angle of muscle. Okay. So it's very good. It has a good price. So the gym offer every equipment or machines for gym here. Yes. Thank you very much, bro. No problem. Yes. This is the gym. The gym is very beautiful. Everyone here is very friendly. Everyone is helpful. The coaches are always available. They help out with everyone. If you need any help, you won't be afraid to ask or hesitate because everyone is just helpful. There is every single machine available. Nothing is broken. Everything is brand new, and the prices are very affordable for everyone.
ഗായ്സ് എൻ്റെ ചൈന ലാംഗ്വേജ് എങ്ങനെയുണ്ട്? അവൻ്റെ വോയിസ് കിട്ടിയില്ല ഗായ്സ്, സോറി. അപ്പം ഞാൻ തന്നെയാണ് ഇത് പറഞ്ഞത്. ജിമ്മിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താ അഭിപ്രായം? നല്ല ജിമ്മാണ്. ഞാൻ ഇപ്പോൾ ഒരു മാസമായി വരൽ തുടങ്ങിയിട്ട്. നല്ല ട്രെയിനിങ് തന്നെയാണ്. പിന്നെ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ പറയലുണ്ട് നല്ല രീതിയിൽ. കുഴപ്പമില്ല, നല്ലൊരു ജിമ്മാണ്. പിന്നെ ട്രെയിനേഴ്സ് ഒക്കെ അടിപൊളിയാണ്. ഒപ്പം നോക്കുക നമ്മളെല്ലാം. എക്യുപ്മെന്റൽ വൈസ് ഗുഡാണ്. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെയാണ്. ഹൈജീനോ? കുഴപ്പമില്ല, നല്ല ഹൈജീൻ തന്നെയാണ്. ക്ലീനിങ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഓക്കെ, ശരി, താങ്ക് യു ബ്രോ. അപ്പൊ ഗായ്സ് ഇന്നത്തെ പരിപാടി ക്ലോസ്. ഇത്രക്കുള്ള ഏറെക്കുറെ. ഇപ്പൊ ഞങ്ങളാണ് നിങ്ങളോടൊപ്പം ബ്രദേഴ്സ് ട്രാക്ക്.